ഹലോ കൂട്ടുകാരെ, ഇന്ന് വചനോടത്തിൽ പടമൊക്കെ കാണും. അങ്ങനെ ഞങ്ങൾ വചനോടത്തിൽ ചെന്നപ്പോൾ വചനോടൊക്കെ നല്ല രീതിക്ക് പൂവൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചു നേരം അങ്ങനെ അയ്യപ്പനെ നോക്കിയതിന് ശേഷം ചെറിയ സൈഡിൽ നോക്കിയപ്പോൾ കുറച്ച് വിളകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഒരു അമ്മൂമ്മ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ മുറുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി പിരിവൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ചെറിയ സൈഡിൽ 4 പയ്യന്മാരെ ഒന്ന് ആമ്പലൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. പിന്നെ ഞങ്ങൾ സദ്യ കൊടുക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു. അപ്പോഴത്തേക്ക് വെച്ച് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സദ്യ വിളമ്പാനായിട്ട് കയറി. അങ്ങനെ എല്ലാവർക്കും ഒന്ന് സദ്യയൊക്കെ വിളമ്പി കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാനും ഒരു പ്ലേറ്റ് എടുത്ത് ഒന്ന് ചോറൊക്കെ കഴിച്ചായിരുന്നു. അച്ചു കഴിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് വന്നു. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഡ്രീം ക്യാച്ചർ എടുത്തു തരാം. ഇവിടെ അടുത്ത് ഇതേപോലെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൊച്ചുണ്ട് കേട്ടോ. അവളെ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. അങ്ങനെ ആ ഡ്രീം ക്യാച്ചറും കൊണ്ട് ഞാൻ നേരെ പോയത് പോത്തങ്കോട്ട് അളിയന്റെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ അളിയ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അതങ്ങോട്ട് അളിയന്റെ കയ്യിലോട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് കൊച്ചിറക്കം വന്നായിരുന്നു. പിന്നെ ഞാൻ അവനെ എടുത്ത് വെച്ച് കുറച്ചു നേരം അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി അവിടെ ഇങ്ങനെ ഇരുന്നായിരുന്നു. അപ്പോഴത്തേക്ക് അനിയത്തി ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ചായയും കുടിച്ച് കുറച്ച് ചിപ്സും മിച്ചറും ഒക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് കൊച്ചിറക്കിനെ ഞങ്ങളുടെ വരാൻ വേണ്ടിയിട്ട് പിണങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അവന് പാപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് വീട്ടിലോട്ട് വന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കുളിച്ച് വൃത്തിയായി റോട്ടി ഇറങ്ങിയപ്പോൾ ജിത്തു അവിടെ വന്നായിരുന്നു. പിന്നെ ഞാൻ ജിത്തുവിന്റെ വണ്ടിയിലോട്ട് കയറി ഭജനോടത്തിലോട്ട് ചെന്നായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ കൈകുട്ടി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യൂട്ടിക്കളിയൊക്കെ കണ്ടു നിന്നപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കുക ഒരു മോഹം. അങ്ങനെ ആറ്റിങ്ങി പോയി ചായ കുടിക്കാനുള്ള പ്ലാൻ ഇട്ടപ്പോൾ കണ്ണന്റെ വകയായിട്ട് അവ ഒരു 50 രൂപ അയച്ചു തന്നായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ ആറ്റിങ്ങിൽ വന്ന് ഓരോ ചായയും ഓരോ കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ ഇവിടെ രാത്രി ചായ കുടിക്കാനായിട്ട് വരും കേട്ടോ. രാത്രി ചായ കുടിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തെ പരിപാടി ഇത്രയൊക്കെയായിരുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ.